ഇന്നലെയും ഇന്നുമായിട്ട് നൂറുകണക്കിന് മെസ്സേജുകളാണ് നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഒരു പ്രത്യേക കാര്യം മാത്രമാണ്, ആക്സിസ് മ്യൂച്വൽ ഫണ്ടിൽ എന്തോ ഒരു സ്കാം നടന്നിട്ടുണ്ട്. അത് ശരിക്കും എന്താണ് സംഭവം, ഇനി ആക്സിസ് മ്യൂച്വൽ ഫണ്ടിനെ സ്കീമുകളിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതുണ്ടോ, അങ്ങനെ പറഞ്ഞിട്ടുള്ള ചോദ്യങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ആ വാർത്ത കേട്ടതിന് ശേഷം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് കൃത്യമായി നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ശ്രമിക്കുക. അതിനോടൊപ്പം തന്നെ ഈ വീഡിയോയുടെ അവസാനത്തിൽ ഞാൻ ആക്സിസ് മ്യൂച്വൽ ഫണ്ടിൽ ഓൾറെഡി ഇൻവെസ്റ്റ്മെൻറ്റുള്ള ഒരാളാണ്. ആ മ്യൂച്വൽ ഫണ്ടിലെ ഇൻവെസ്റ്റ്മെൻറ്റുകൾ ഞാൻ ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതും കൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് ശ്രമിക്കാം. വെള്ളിയാഴ്ച കാലത്താണ് 2-3 പേര് കുറച്ച് സ്ക്രീൻഷോട്ടുകളുമായിട്ട് നമുക്ക് മെസ്സേജുകൾ അയച്ചത്. അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആക്സിസിൻ്റെ MD-യെയും CA-യും ഒക്കെ സ്കാം നടത്തിയതിന് പുറത്താക്കി എന്ന് പറഞ്ഞാണ് കുറച്ച് വാട്സപ്പ് സ്ക്രീൻഷോട്ടുകൾ നമുക്ക് അയച്ചത്. അതിന് പിന്നാലെ ആക്സിസിൻ്റെ ഒരു അനൗൺസ്മെൻറ്റ് നമുക്ക് ലഭിച്ചു. അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവരുടെ പ്രധാനപ്പെട്ട 2 ഫണ്ട് മാനേജർമാരെ, വിരേഷ് ജോഷി എന്നും ദീപക് അഗർവാൾ എന്നും പറഞ്ഞ് 2 ഫണ്ട് മാനേജർമാരെ ഫണ്ട് റണ്ണിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇറഗുലാരിറ്റി, ഒരു തെറ്റ് ചെയ്തതായിട്ട് സംശയിക്കുന്നതിൻ്റെ പേരിൽ അവധിയിൽ പ്രവേശിക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അവർ 2 പേരും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിരേഷ് ജോഷി എന്ന് പറഞ്ഞിട്ടുള്ള ഫണ്ട് മാനേജർ 5 ഫണ്ടുകൾ ഹാൻഡിൽ ചെയ്യുന്ന ഒരു ഫണ്ട് മാനേജറാണ്. റിസർച്ച് അനലിസ്റ്റ് ആയിട്ടുള്ള ദീപക് അഗർവാൾ 3 ഫണ്ടുകൾ ഹാൻഡിൽ ചെയ്യുന്നവരാണ്. അപ്പോൾ ഇവർ ഹാൻഡിൽ ചെയ്യുന്ന ഫണ്ടുകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ ആക്സിസിൻ്റെ ആർബിട്രാജ് ഫണ്ട്, ബാങ്കിങ് ETF, കൺസംഷൻ ETF, നിഫ്റ്റി ETF, ക്വാണ്ട് ഫണ്ട്, ടെക്നോളജി ETF, വാല്യൂ ഫണ്ട്, ഇങ്ങനെയുള്ള 7 ഫണ്ടുകളാണ് ഈ 2 പേരുടെ പെർവ്യൂവിലുള്ള ഫണ്ടുകൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ ഒരു പ്രശ്നങ്ങൾ ആ ഫണ്ടുകളിലാണ് വരാൻ സാധ്യതയുള്ളത് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഫിനാൻഷ്യൽ റെഗുലാരിറ്റി എന്നൊരു സൂചിപ്പിക്കുന്ന ഫ്രണ്ട് റണ്ണിങ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് ഫ്രണ്ട് റണ്ണിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഫണ്ടിൻ്റെ മാനേജറാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ടീം ഒരു സെറ്റ് ഓഫ് സ്റ്റോക്കുകൾ വാങ്ങണമെന്നോ വിൽക്കണമെന്നുള്ള ഒരു തീരുമാനം എടുക്കും അല്ലേ. അങ്ങനെ നമ്മൾ ഒരു വലിയൊരു ഫണ്ട് ഹൗസാണ് എന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ നിന്ന് ഒരു പ്രത്യേക സ്റ്റോക്ക് വാങ്ങുകയോ അല്ലെങ്കിൽ ഒരു പ്രത്യേക സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വിൽക്കുകയോ ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെയധികം പ്രൈസ് ഫ്ലക്ച്വേഷൻ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു ആക്ടിവിറ്റിയാണ് അല്ലേ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു ഫണ്ട് മാനേജറാണ്, ഞാനൊരു ഫണ്ട് മാനേജറാണ്, എൻ്റെ ടീം ഡിസൈഡ് ചെയ്യാണ് XYZ എന്ന് പറഞ്ഞൊരു കമ്പനി സ്റ്റോക്കുകൾ എൻ്റെ മ്യൂച്വൽ ഫണ്ടിലേക്ക് ഞാൻ ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഈ ഫണ്ട് മാനേജറായിട്ടുള്ള ഞാൻ എൻ്റെ അറിവിലുള്ള ആളുകൾക്കോ അല്ലെങ്കിൽ എൻ്റെ ബന്ധുക്കളായിട്ടുള്ള ആളുകൾക്കോ ഒരു ഇൻസൈഡറായിട്ടുള്ള ഇൻഫർമേഷൻ കൊടുക്കുകയും ആ ഇൻഫർമേഷൻ ഉപയോഗിച്ച് അവർ സ്റ്റോക്കുകൾ വാങ്ങുകയോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്സിസ് മ്യൂച്വൽ ഫണ്ട് ഈ സ്റ്റോക്കുകൾ വീണ്ടും പോയി XYZ എന്ന് പറയുന്ന കമ്പനി വാങ്ങാൻ പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, അവർക്ക് കൂടുതൽ വിലയിലേക്ക് പെട്ടെന്ന് തന്നെ ആ സ്റ്റോക്കുകൾ എത്താനുള്ള സാധ്യത. ഈ ആക്സിസ് മ്യൂച്വൽ ഫണ്ട് പോലുള്ള ഏതെങ്കിലും ഒരു ഫണ്ട് ഹൗസ് തിങ്കളാഴ്ച ഈ സ്റ്റോക്ക് വാങ്ങാൻ സാധ്യതയുണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് ഞാൻ 100 രൂപയ്ക്ക് വെള്ളിയാഴ്ചയെ വാങ്ങി വെക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ സ്റ്റോക്കുകൾ സ്വാഭാവികമായിട്ടും ഈ ആക്സിസ് മ്യൂച്വൽ ഫണ്ട് വാങ്ങുമ്പോൾ ഉണ്ടാകുന്ന കൂടിയ ഡിമാൻഡ് കാരണം 110 120 ഒക്കെ ആവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ആ ഒരു ഇറഗുലാരിറ്റീനെ, ആ ഒരു തെറ്റിനെ പറയുന്ന പേരാണ് ഫ്രണ്ട് റണ്ണിങ് എന്ന് പറയുന്നത്. ഇവർ 2 പേരും ഫ്രണ്ട് റണ്ണിങ് നടത്തിയിട്ടുള്ളതായിട്ട് സെബി കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് നമുക്ക് ഇതുവരെ മനസ്സിലാവുന്നത്. പക്ഷേ ഒരു കാരണവശാലും ഈ ആക്സിസ് മ്യൂച്വൽ ഫണ്ടിൻ്റെ MD-യോ CEO-യോ ഈ കാര്യങ്ങളിൽ ഇടപെട്ടതായിട്ട് ഇതുവരെയും വിവരങ്ങളൊന്നും തന്നെയില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു കണക്ക് കൂട്ടൽ, എൻ്റെ ഒരു ഇതുവരെയുള്ള മനസ്സിലാക്കലനുസരിച്ച് ഈ 2 ആളുകളോ അല്ലെങ്കിൽ അതിലും കുറച്ചുകൂടെ കൂടുതൽ ആളുകളോ മാത്രം ഇൻവോൾവ് ചെയ്തിട്ടുള്ള ഒരു പ്രശ്നമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു ഫണ്ട് ഹൗസ് ലെവലിലുള്ള ഒരു സ്കാമല്ല എന്നാണ് ഇപ്പോൾ മനസ്സിലാവുന്ന വിവരങ്ങൾ. അതുകൊണ്ട് തന്നെ ഇതൊരു വലിയൊരു പ്രശ്നമായിട്ട് നമ്മൾ ആക്സിസ് മ്യൂച്വൽ ഫണ്ടിലുള്ള എല്ലാ ഫണ്ടുകളും തിരികെ എടുക്കണമെന്നോ എല്ലാ ഫണ്ടുകളും സ്റ്റോപ്പ് ചെയ്യണമെന്നോ അങ്ങനെ ഒരു കൺക്ലൂഷൻ എത്തേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ഞാൻ ഇനി എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ അത്യാവശ്യം നല്ല ഒരു എമൗണ്ട് ആക്സിസ് മ്യൂച്വൽ ഫണ്ടിലുണ്ട്. ആക്സിസിൻ്റെ 3-4 ഫണ്ടുകളിലായിട്ട് ഈ എമൗണ്ട് ഉണ്ട്. അതുകൊണ്ട് തന്നെ ആ ഫണ്ടുകളൊന്നും തന്നെ ഞാൻ പിൻവലിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. പകരം ഞാൻ പുതിയതായിട്ട് അഡീഷണലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു തീരുമാനങ്ങൾ കുറച്ച് കാലത്തേക്ക് ആക്സിസ് മ്യൂച്വൽ ഫണ്ടിൻ്റെ സ്കീമുകളിൽ നിന്ന് അവരുടെ സ്കീമുകളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു തീരുമാനം തൽക്കാലത്തേക്ക് ഈ ഒരു കാര്യത്തിന് ഒരു ക്ലാരിറ്റി വരുന്നവരെ നിർത്തിവെക്കാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഞാൻ പുതിയ ഫണ്ട് ആക്സിസ് മ്യൂച്വൽ ഫണ്ടിൽ ഇടുന്നില്ല, ഉള്ള ഫണ്ട് ഞാൻ തിരിച്ചെടുക്കാനും പോകുന്നില്ല ഇപ്പോൾ തൽക്കാലം. പക്ഷേ ഇതിന് ഒരു ക്ലാരിറ്റി കിട്ടുന്നതിനനുസരിച്ച് ഞാൻ ഈ ഒരു തീരുമാനത്തിൽ മാറ്റങ്ങൾ വരുത്താനുള്ള സാധ്യതയുണ്ട്. അതാണ് എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള കാര്യം. അപ്പോൾ ഇതിപ്പോൾ ഒരു ഇൻവെസ്റ്റിഗേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്.
അതുകൊണ്ട് തന്നെ ഇതൊരു ഫൈനലൈസ്ഡ് ആയിട്ടുള്ളൊരു തീരുമാനമായിട്ട് ഇതിനെ കാണാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ നിങ്ങൾ പാനിക് ആവേണ്ടതോ ഈ ഫണ്ടുകൾ സെല്ല് ചെയ്ത് ഓടിപ്പോകേണ്ടതായിട്ടുള്ള കാര്യമില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇതൊരു കോർപ്പറേറ്റ് ഗവർണൻസ് ഇഷ്യൂ തന്നെയാണ്. തീർച്ചയായിട്ടും ആക്സിസ് മ്യൂച്വൽ ഫണ്ട് ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളൊരു കോർപ്പറേറ്റ് ഗവർണൻസ് ഇഷ്യൂ തന്നെയാണ്. പക്ഷേ നമ്മളുടെ റെഗുലേറ്ററി ബോഡിയായിട്ടുള്ള സെബി അത് കൃത്യമായിട്ട് ഇൻ്റർവീൻ ചെയ്ത് അത് കണ്ടുപിടിച്ച് അതിനുള്ള ഒരു കറക്റ്റീവ് ആക്ഷൻസ് എടുക്കാനായിട്ട് ഈ ഫണ്ട് ഹൗസിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാവുന്നത്. അപ്പോൾ ഈ മേജറായിട്ടുള്ള ഇക്വിറ്റി ഫണ്ടുകളിലൊന്നും തന്നെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയില്ല. പക്ഷേ ഡെറ്റ് ഫണ്ടുകളുടെ കാര്യത്തിൽ കൂടുതൽ ക്ലാരിറ്റി വരുന്നതിനനുസരിച്ച് നമുക്ക് പുതിയൊരു വീഡിയോ നമ്മൾ പിന്നെ ചെയ്യാം. പക്ഷേ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ പാനിക്കായി സെല്ല് ചെയ്യേണ്ട ഒരു കാര്യമില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പക്ഷേ പുതിയ അഡീഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ടുള്ളൊരു തീരുമാനം എടുക്കാം. ഞാൻ പേഴ്സണലി പുതിയ SIP ഇൻവെസ്റ്റ്മെൻറ്റുകൾ അതിലേക്ക് നടത്താനുള്ള ഒരു ഉദ്ദേശത്തിൽ അല്ല. അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ എന്തെങ്കിലും അറിയാണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറായിട്ടുള്ള 8848030018 നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഈ കാര്യങ്ങൾ കൂടുതലുമായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്കും കൂടെ ഉപകാരമാകാനുള്ള സാധ്യതയുണ്ട്. വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.